അസ്സലാമലൈക്കും മക്കളെ. പിന്നെ ഉമ്മ എന്താ പറയാ കഥ ഇന്നിപ്പോ നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള എന്താന്ന് വെച്ചെങ്കിൽ ഞമ്മ ഇപ്പൊ മിഞ്ഞാന്ന് നാട്ടിൽ നിന്ന് വന്ന് ഞങ്ങൾ 26-ാം തീയതി അല്ല ഉമ്മ വന്ന് 25 കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നതാവോ. അപ്പൊ നമ്മളെ കൊറേ പുതിയതായിട്ട് കൊറേ റൂൾസ് മാറിയിട്ടുണ്ടായിട്ടേ ഈ കൊപ്പറ കൊണ്ടുവന്നൂടാ, എണ്ണ, നെയ്യ്, മുളകുപൊടി അങ്ങനത്തെ എന്തെല്ലാം കുറേ പോസ്റ്റേഴ്സ് നമുക്ക് അയച്ചിട്ടുണ്ടായിന്. അപ്പം ഞങ്ങൾ വന്നത് കൊണ്ട് കുറേ ആൾക്കാർ ഞങ്ങൾക്ക് മെസ്സേജ് ആക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇതെല്ലാം കൊണ്ടുവന്നിനാണ്. ഞമ്മ എന്തെല്ലാം കൊണ്ടുവന്നു? അതായത് കട്ടയിൽ വെച്ചാൽ ഫ്രീസ് ആക്കിയിട്ട് ഐസിന്റെ ഫ്രീസറിൽ വെച്ചിട്ട്, പിന്നെ അച്ചാറ് കൊണ്ടിന്, ബീഫ് കറി ഉണ്ടായിന്, നെയ്യ് കൊണ്ടിന്, പിന്നെ വറുത്തരച്ച തേങ്ങ കൊണ്ടിന്, ബീഫ് കറി ഉണ്ടായിന്, ബീഫ് കറി കൊണ്ടിന്, തേങ്ങ ചരച്ചതും ഉണ്ടായി, തേങ്ങ ചരിയത് ഫ്രീസറിൽ വെച്ചിട്ട് കൊണ്ടിന്, പിന്നെ മുളകുപൊടി ഉണ്ടായി, തെരട ചൂടാൻ വേണ്ടിട്ട് പൊണ്ടം വളത്ത് തേങ്ങ ചരിച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് കൊണ്ടിന്, പിന്നെ മുളകുപൊടി കൊണ്ടിന്, മല്ലിപ്പൊടി കൊണ്ടിന്, മഞ്ഞപ്പൊടി കൊണ്ടിന്, പുളി കൊണ്ടിന്. എന്തിനും ഒരേ ബുദ്ധിമുട്ട്. കൊപ്പറന്റെ കഥ ഞങ്ങൾക്ക് അറിയില്ല, കൊപ്പറിന്റെ കൊണ്ടിട്ടാ ഞങ്ങൾ കൊണ്ടുവരാത്തോണ്ട് ഞങ്ങൾക്ക് അറിയില്ല. അത് അതിന്റെ എണ്ണ എല്ലാം കൊണ്ടിന്, എല്ലാം കൊണ്ടിന്, എന്ത് കൊണ്ടുവരാതിരുന്നിട്ട്. പിന്നെ അരിപ്പൊടി അതൊന്നും പിന്നെ പ്രശ്നം അല്ല, അങ്ങനത്തെ എല്ലാം കൊണ്ടുവന്നിന്. എല്ലാം എന്തു പിന്നെ ഫ്രഷ് ആയിട്ടുള്ള ഇറച്ചി ഉണ്ടായിന് ഞങ്ങളേല്. പ്രസ്സായിട്ടുള്ള ഇറച്ചി ഉണ്ടായിട്ട്, പ്രസ്സായിട്ടുള്ള കോഴി, നാടൻ കോഴി അറുത്തിട്ട് ഞങ്ങൾക്ക് ഇത് തന്നത് ഇത് കൊണ്ടുവന്ന്. ഇറച്ചി കൊണ്ടില്ല, ഇറച്ചി കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോ കൊണ്ടിന്, ഈ പ്രാവശ്യം കൊണ്ടിട്ടാ. അപ്പൊ ഇത്ര തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അതെല്ലാം എല്ലാം കൊണ്ടുവന്ന്. എന്ത് കൊണ്ടുവരുന്നതിന് എനിക്കെന്ത് ബുദ്ധിമുട്ട് വന്നിട്ട് മക്കളെല്ലാവരും. ഞാൻ ആരോടെങ്കിലും ഈ സ്കൂലിന് ഒരു പാക്കറ്റ് ബൈക്ക് വരുമ്പോൾക്ക് ട്രാവലിന് തന്നെ പറയുന്ന പോലെ അത് കൊണ്ടുപോകാൻ പാടില്ല എന്ന്. ഞാൻ എത്രയോ കൊണ്ടിന്, എൻ്റെ മോനി വരുമ്പോ കൊണ്ടിന്, എൻ്റെ മരിയോട് വരുമ്പോ കൊണ്ടിന്, എല്ലാം ഞങ്ങൾ കൊണ്ടുവരുന്നത് ഞങ്ങൾ ഉപയോഗിക്കലുണ്ട്. അമ്മ അള്ളാൻ്റെ സഹായത്തോടെ ഞങ്ങളെ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ എത്തിക്കാറുണ്ട്. ആരും എത്തിക്കണ്ട. നമ്മളെ അയൽവാസികൾ. പിന്നെ കൊപ്പറിന്റെ കഥ ഞങ്ങൾക്ക് അറിയില്ല, ശരിക്കും കൊപ്പര പറ്റുമോ എന്നുള്ളത് അറിയില്ല. ഞങ്ങൾ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇവിടെ തന്നെ കിട്ടുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാണ് മില്ലിലതാ ഇഷ്ടം പോലെ കൊപ്പര. ഞാൻ മേങ്ങുന്ന മില്ലില് കൊപ്പരിയും ഉണ്ട്, എല്ലാം ഉണ്ട്. എന്തോ ഒരേ ബുദ്ധിമുട്ടും ഇല്ല നമുക്ക്. ഏത് സാധനം വേണമെങ്കിലും ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ലഗേജ് ഫ്രീ അല്ലേ കൊണ്ടുവരുന്നത്. അപ്പൊ അത്ര തന്നെ. അപ്പൊ നിങ്ങൾ ഇനിയിപ്പോ വരുന്ന സാധനം കൊണ്ടിനി അതൊന്നും പിന്നെ ഇങ്ങനെ കുഴപ്പമില്ല. പിന്നെ അപ്പൊ വരുന്ന ആൾക്കാർ ഇപ്പോഴത്തെ അപ്ഡേറ്റ് അനുസരിച്ചിട്ട് ഇന്നിപ്പോ ഞാൻ ഈ വീഡിയോ ഇടുന്ന ദിവസം 6-ാം തീയതിയാണ്, 6th ഡിസംബർ. അപ്പോൾ ഇന്ന് വരേക്കുള്ള കാര്യം ഞാൻ പറയുന്നത്. ഇനി ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും മാറ്റം വരുമോ എന്ന് അറിയില്ല. നമുക്ക് ഗവൺമെന്റിന്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ദുബൈയിൽ ഇന്ന് ഉറങ്ങിയിട്ട് രാവിലെ കഴിക്കുമ്പോൾ ഒരു ബിൽഡിങ് പോകുന്ന നാടാണ്. ഒരു ബിൽഡിങ് വന്നിട്ട് മാന്തുന്ന തന്നെ ഉണ്ടായി. ഇപ്പൊ ഞാൻ വരുമ്പോഴേക്കും ഒരു തട്ടായിട്ടുണ്ട്. ഇപ്പൊ തട്ട് 3 രാവിലെ അടിച്ചിട്ട് നോക്കുമ്പോൾ കാണുന്നു എന്ത് കുതിർത്ത് ഞമ്മക്ക് അറിയുന്നില്ല. ഞാൻ എന്തത് എന്ത് മുകളിൽ കടലും ഇതും പോന്ന കാറും പോന്ന വയ്യില്ല, അവിടെയാണ് ഉണ്ടത്. ഇപ്പൊ ഇവിടുന്ന് നോക്കുമ്പോ കാണുന്നത്. ഉദ്ദേശിച്ചത് ഇഷിന്റെ ബ്രിഡ്ജാവോ? എന്തിപ്പ ഇത് എന്ത് എന്റെ പൊള്ളിന്റെ എന്ത് മാള് എന്ത് പറയുന്നത് ഇൻഫിനിറ്റി ബ്രിഡ്ജ് പറയുന്നുണ്ടായിരുന്നു മക്കളെ. എല്ലാം നിങ്ങൾക്ക് കൊണ്ടുവരാനുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടുള്ള വരുത്താതെ കേട്ടു. വെള്ളിയാഴ്ച ഉച്ചക്ക് ഞാൻ പറയുന്നു എല്ലാവരും അള്ളാഹുവേ നമ്മളെല്ലാവരും കാത്തുക ചെയ്യട്ട്. അപകടത്തിൽ നിന്ന് മരണത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെട്ടിട്ട്. അസ്സലാമു അലൈക്കും.